ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 5 മന്ത്സായി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ കുറച്ച് മന്തി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. വെറൈറ്റി ഐഡിയ അല്ലേ? അപ്പോൾ മന്തി വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണിത്. നിങ്ങൾ വെറും ഒരു മന്തി വ്ളോഗായിട്ട് ഇതിനെ കാണരുത്. ഇതിനകത്ത് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഞാനന്ന് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇവിടെ കുറേ ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടെന്ന്. ആ ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. പിന്നെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡല്ല റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അറബീസിൻ്റെ ഒക്കെ വീടാണ്. ഇവിടെ അറബീസിന് മാത്രമേ ഇങ്ങനെ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് വീടൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ അങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവരുടെയൊക്കെ വീടുകളാണ് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ റെൻ്റ് എടുത്ത് ടെനൻ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ നിൽക്കൽ. അപ്പോൾ നമ്മളിപ്പോൾ മന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള കസ്വ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ മന്തി അടിപൊളി മന്തിയാണ്. അപ്പം നമുക്ക് അവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ ഹോം ഡെലിവറി ആണ് പറയൽ. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മുടെ 5 മന്ത്സ് സെലിബ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് പോയി ഒരു നൈറ്റ് ഔട്ടൊക്കെ ആയിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പയ്യെ വെച്ച് പിടിക്കുവാണ്. ഒരു 7 മണി ടൈമൊക്കെയാണ്. അത്യാവശ്യം ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വീട്ടിലേക്കൊക്കെ പോകുന്ന ടൈമാണ്. അപ്പോൾ ഈ ബേബി ലാൻഡിൻ്റെ ഒരു അടിപൊളി വിഷ്വൽ ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ബേബി ലാൻഡ് നല്ല അടിപൊളിയായിട്ട് കാണിക്കാം. ഒരുപാട് ടോയ്സ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ടോയ്സൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ആ കാണുന്ന ലുലുവിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ആ ബ്ലോഗ് ഞാൻ കേട്ടില്ലായിരുന്നോ? ആ ലുലു എന്നാണ് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഏരിയ പൊതുവേ ഒരു മലയാളീസിൻ്റെയും പിന്നെ ലുലുവിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു റഷ് ഉള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഒരു ബ്ലോക്കും ഒരു തിരക്കും ഒക്കെ കാണും. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ റോഡിലേക്ക് ആൾക്കാരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വരും. പിന്നെ സാധനം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ട്രോളിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ പാർക്കിങ്ങിലൊക്കെ ലുലുവിൻ്റെ പാർക്കിങ്ങിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തൊക്കെ ആൾക്കാർ ട്രോളിയൊക്കെ ആയിട്ട് വന്ന് സാധനമൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഒരു തിരക്കിൻ്റെ മെയിൻ റീസൺസ് അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള കസ്വ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഏരിയാസിൽ അത്യാവശ്യം കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതായത് ഇവിടെ പെറ്റ്സിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ട്. ഞാനിപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ കാണിക്കാം. പെറ്റ്സ്, ഫുഡ്, ക്ലോത്ത്, പിന്നെ ഒരുപാട് ആക്സസറീസ്, ലൈറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നൊരു ഏരിയയാണിത്. അപ്പോൾ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മലയാളീസിൻ്റെ ഷോപ്പ് കണ്ടോ, മലയാളത്തിൽ ഉമ്മീസ് കിച്ചൺ, അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങളിവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് കിട്ടുന്ന നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫുഡ് കഴിക്കാതെ മലയാളി കടകളെ അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. അതാണല്ലോ നമ്മുടെ പരിപാടി. ഇതാണ് ആ പെറ്റ്സിൻ്റെ ഷോപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടുപിടിച്ച് നാട്ടിലെ ആൾക്കാരുമായിട്ടൊക്കെ കമ്പനി അടിച്ച് നമ്മൾ അങ്ങനെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കസ്വയിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കപ്പാളം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല ഫുഡാണ് കേട്ടോ. അവിടുത്തെയും ചായയും പലഹാരങ്ങളും ഒക്കെ അടിപൊളിയാണ്. ആ കപ്പാളം അവിടെ നല്ല ചായ കിട്ടും. അവിടെ ചായക്കട എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോഴത്തേനും ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. നമ്മളൊരു പെരി പെരി ചിക്കൻ മന്തിയും ക്വാർട്ടർ പെരി പെരി ചിക്കൻ മന്തിയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ കപ്പാളത്തിൽ നിന്നൊരു ചായ, നമ്മൾ അടിച്ചൊരു ചായയാണ് വാങ്ങിച്ചു കുടിച്ചത്. മറ്റേ നമ്മുടെ ഇവിടുത്തെ ചായ ഇങ്ങനെ അവരിങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി അടിക്കാറൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നാട്ടിലെ ചായക്കടകൾ വരുമ്പോൾ നമുക്ക് നല്ല അടിച്ച ചായ കിട്ടുന്നുണ്ടോ. ഈ ലൈറ്റ്സൊക്കെ കണ്ടോ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വീട് നാട്ടിൽ പണിയുന്നവരിങ്ങനെ ലൈറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇവിടെ ആളുകൾ പുറമേ ഉള്ള ആ ഒരു മോടിയേക്കാളും കൂടുതൽ അകത്തേക്ക് ഉള്ള ഇതാണ് നോക്കുന്നത്. അപ്പം ലൈറ്റ്സൊക്കെ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി എന്തുമാത്രം കാറുകളൊക്കെയാണെന്നുണ്ടോ ഇരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളുടെ ടോയ്സ് വാങ്ങിക്കുന്നത്. ഇവർ 1-2 യൂസിന് ശേഷം ഇതൊക്കെ പുറത്ത് കൊണ്ടൊക്കെ കളയാറുമുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ അത് എടുത്തുകൊണ്ട് പോകാറൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുടെയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വണ്ടികളുടെ മിനിയേച്ചർ വേർഷൻസൊക്കെ പിള്ളേർക്ക് കയറിയിരിക്കാൻ പാകത്തിനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാഹേസൊക്കെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി പോലത്തെ ഒരു ഫുഡ് ഡെലിവറി ഇതാണ്. പോയതാണ് ഇവിടുത്തെ ബസ് കേട്ടോ. നമുക്ക് ബസ്സിൽ കയറി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം. പിന്നെ ഈ എൻമ മോളിൽ അത്യാവശ്യം കുറച്ച് നമ്മുടെ ഈ ട്രെൻഡ്സ്, മാക്സ് അങ്ങനത്തെ പോലത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ. അങ്ങനെ നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിപ്പം ഒരു അറബി ഒരു വീടിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ അവർ തന്നെ അവരുടെ വീടിനടുത്തൊരു
അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു പ്രെയർ ഏരിയ പോലെ അങ്ങനൊരു സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആര്യവേപ്പിൻ്റെ മരം. അപ്പം നമ്മൾ മലയാളി പാട്ടൊക്കെ വെച്ച്, നമുക്കിവിടെ FM ഒക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ FM പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. FM പാട്ട് നമ്മളെപ്പോഴും അത് തന്നെയാണ് കേൾക്കല്. ഇപ്പം വേറെ TV അല്ല ഫോണിൽ പാട്ട് വെക്കലില്ല. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു ഇപ്പം റൈറ്റ് സൈഡിൽ കണ്ടോ കാണുന്നേ, ഒരു മീൻ പിടിക്കാൻ പോകുന്ന ഷിപ്പാണ് കേട്ടോ. ആ വീട്ടുകാരുടെ ഷിപ്പാണത്. ഷിപ്പെന്നാണോ ബോട്ടെന്നാണോ എന്താ പറയുന്നത് അറിയത്തില്ല. എന്തായാലും അവിടെ അതിരിപ്പുണ്ട്. അതൊരു ഈ ഒരു ചൂട് സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ എല്ലാവരും ഫിഷിങ്ങിനൊക്കെ പോകും. അപ്പോൾ ആ വീട്ടുകാരുടെ ആ ഒരു മീൻ പിടിക്കാൻ പോകുന്ന സംഭവമാണത്. അതൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ആ റൈറ്റ് സൈഡിലൊരു എക്സോട്ടിക് കാർസ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടോ, അത് കാണാൻ നല്ല ഭംഗിയല്ലേ. അതിൽ 1 2 3 4 5 നിലകളിലായിട്ട് ഇങ്ങനെ വണ്ടികളിങ്ങനെ ഓരോ പൊക്കത്ത് അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നല്ലൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണതേ. അപ്പോൾ ഫുള്ള് ഗ്ലാസ് അതിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ആ ഫ്ലോറിലെല്ലാം വണ്ടി അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഡെലിവറി വണ്ടി കേട്ടോ, ഈ തലാഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. കണ്ടോ, ഗ്ലാസിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ അവരിങ്ങനെ ആ നിലകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെയൊക്കെ ഞാനിപ്പോൾ എൻ്റെ കെട്ടിയനോട് പറയായിരുന്നു, ഞാൻ വലിയൊരു യൂട്യൂബറൊക്കെ ആയി കഴിയുമ്പോൾ നിനക്ക് ഞാനൊരു വണ്ടി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ കണ്ടോ, ആ കാണുന്നതാണ് നമ്മൾ ഇവിടുത്തെ ബസ്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കമന്ന് കിടന്ന് വീഡിയോ എടുത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തെത്താറായി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തി. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കലാണ് സാധാരണ പതിവ്. ഇപ്പം നമ്മൾ ഇനിയിപ്പം വേറെ ലേറ്റ് ആക്കാനൊന്നുമില്ല. ഇപ്പം ടൈം ഒരു 8 മണിയൊക്കെ ആയി. നമ്മൾ ഇപ്പം തന്നെ ഡിന്നർ കഴിക്കാൻ ലേറ്റായി. ഇനി നമ്മൾ പയ്യെ പോയി ഫുഡൊക്കെ കഴിക്കും. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഇനി ഫുഡ് എന്നാന്ന് പറയുമ്പോൾ നമ്മൾ ആ പെരി ചിക്കൻ്റെ കൂടെ കിട്ടിയ കുബൂസും പിന്നെ സാലഡും മയണൈസും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഫ്രൈസ് കിട്ടും, പിന്നെ അതിനകത്തൊരു കുബൂസ് കാണും, പിന്നെ നമ്മുടെ പെരി ചിക്കനും പിന്നെ സാലഡും, പിന്നെ അതിൻ്റെ കൂടത്തിൽ മയണൈസും ഒരു മിൻറ്റിൻ്റെയും ഒരു സ്പൈസിയും ചട്നി കാണും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നത് ഹമ്മൂസും കാണും. പിന്നെ ഇവർ കുറച്ച് വെജിറ്റബിൾസൊക്കെ എക്സ്ട്രാ അതിൻ്റെ കൂട്ടത്തിലും തരും, റൈസിൻ്റെ കൂട്ടത്തിലും തരും. അപ്പോൾ നമുക്ക് റൈസ് വേറെയും ചിക്കൻ വേറെ ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഈ റൈസ് എന്ന് പറഞ്ഞാൽ ഒരു കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ അത് അവർ അലുമിനിയം ഫോയിലൊക്കെ ചൂട് പോവാതെ നല്ല രീതിക്ക് അങ്ങനെയാണ് പൊതിഞ്ഞ് തന്നിരിക്കുന്നത്. ഇവരുടെ ഇവിടുന്ന് മന്തി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കിട്ടാറ്. നമ്മുടെ അവിടുത്തെ പോലെ ഇങ്ങനെ കിഴി കെട്ടിയ ഒരു സംഭവത്തിലല്ല മന്തി കിട്ടുന്നത്. ഇവിടെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒരു താലം പോലെ ഒരു സംഭവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും എല്ലാ മയണൈസുകളും, അതായത് ആ പച്ച മിൻറ്റ്, ചുമല സ്പൈസി, പിന്നെ തക്കാളിയുടെ പിന്നെ മയണൈസ്, പിന്നെ ഹമ്മൂസ്, സാലഡ്, ചിക്കൻ, ഫ്രൈസ് അതെല്ലാം എടുത്ത് പിന്നെ ഒരു 7up വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 7up സ്പ്രൈറ്റാണോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചു. അപ്പോൾ നമ്മൾ പയ്യെ കിടക്കാൻ പോകണം. നമ്മുടെ മീൻകൂട്ടനോടെ എന്തോ രാത്രിയിലുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.